ഇന്ന് നമുക്ക് ഓപ്പൺ വ്യൂവിങ്ങിന് പോയിട്ട് ഒരു വീട് കാണാം. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും എങ്ങനെയാണ് UK ഓപ്പൺ വ്യൂവിങ്ങിന് പോയിട്ട് ഒരു വീട് കാണുന്നതെന്ന്. ഈ വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇത് എൻ്റെ വീട്ടിൽ നിന്നും 2 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിലുള്ള ഒരു വീടാണ്. എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇത് കാണുന്നത്. വീട് കാണാൻ പോകുമ്പം ഏരിയ മുഖ്യം ബിഗിലേ, എന്തെങ്കിലും പ്രശ്നമുള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. ഇത് കണ്ടോ, കയറി വന്നപ്പോൾ തന്നെ വിസിറ്റേഴ്സ് റൂം, അത് കഴിഞ്ഞിട്ട് കിച്ചൺ, എല്ലാം സ്പേഷ്യസ് ആണ്. എല്ലാം പാർട്ട്ലി ഫർണിഷ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഇല്ല, അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. ബാക്ക് യാർഡ് നല്ല സ്പേഷ്യസ് ആണ്. കുട്ടികൾ ഉള്ളവർക്ക് നന്നായിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫ്രണ്ട്സിന് വന്നിട്ടും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അവിടെ. താഴത്തെ നിലയിൽ ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. UK താഴത്തെ ഫ്ലോറിൽ വാഷ്റൂം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. പിന്നെ ഈ മാറ്റെല്ലാം പുതിയതാണ്. അത് നിർബന്ധമായിട്ട് നമ്മൾ നോക്കണം, പുതിയ മാറ്റാണോ തന്നിരിക്കുന്നതെന്നുള്ളത്. മുകളിലെ വാഷ്റൂം ആണെങ്കിലും സ്പേഷ്യസ് ആണ്. ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. ഓരോ ബെഡ്റൂമും 3 ബെഡ്റൂമാണ് ഇതിനകത്തുള്ളത്. ഓരോ ബെഡ്റൂമും സ്പേഷ്യസ് ആണ്. അതിനാവശ്യത്തിനുള്ള ഫർണിച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതിന് 900 pounds ആണ് റെൻറ്റ് വരുന്നത്. അതായത് നാട്ടിലെ 90,000 രൂപയാണ് കൊടുക്കുന്നത്. എല്ലാ ഡോറും നോക്കിയിട്ട് ഡോറിനകത്തൊന്നും ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. അപ്പോൾ നമ്മളിത് എടുക്കുവാണെങ്കിൽ നമ്മൾ അവരോട് പറയണം, ഉള്ളിൽ നിന്ന് ഡോർ ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ലയെന്ന്. ഇത് ബോയിലറാണ് കണ്ടിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ബോയിലറാണ് യൂസ് ചെയ്യുന്നത്. കാരണം ബോയിലർ നമുക്ക് ചൂടുവെള്ളത്തിനും പിന്നെ ഹീറ്ററും യൂസ് ചെയ്യാൻ അത്യാവശ്യമുള്ളതാണ്. ഗ്യാസാണ് കേട്ടോ, ഓയിലല്ല ഇത്. പിന്നെ നാട്ടിലുള്ള എൻ്റെ അമ്മയടക്കം എല്ലാവർക്കും ഉള്ള സംശയമാണ് എങ്ങനെയാണ് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് വീട് വാടകയ്ക്ക് എടുക്കുക എന്നുള്ളത്. നമുക്ക് ബ്രോക്കേഴ്സ് ഇല്ല. നമ്മൾ പ്രോപ്പർട്ടി പാല്, പ്രോപ്പർട്ടി ന്യൂസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻറ്റ് വഴിയാണ് നമ്മൾ വീട് വാടകയ്ക്ക് എടുക്കുന്നത്.